കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി മാഫിയ സംഘത്തിൻ്റെ ആക്രമണം എന്നുള്ളതാണ്. ലഹരി വിരുദ്ധ സമിതി അംഗത്തിന് നേരെയാണ് ആക്രമണം. സംഭവത്തിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. കട്ടിപ്പാറ സ്വദേശി മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. മേഘ റെഡിയാണ്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ സംഭവം? അതിൻ്റെ വിശദാംശങ്ങൾ. എപ്പോഴായിരുന്നു ഇത്? ശരത്ത്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ഈ താമരശ്ശേരി കട്ടിപ്പാറ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഹരി വിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. പല സമയങ്ങളിലായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നതാണ് ഈ സമിതിയുടെ ലക്ഷ്യം. പോലീസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതിയിലെ ഒരു അംഗത്തിനാണ് ഇപ്പോൾ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം ഏറ്റിരിക്കുന്നത്. മുഹമ്മദിനാണ് പരിക്കേറ്റിരിക്കുന്നത്, കട്ടിപ്പാറ സ്വദേശി. ഇയാൾ ഇന്നലെ രാത്രി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു 4 പേർ ചേർന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. കത്രിക കൊണ്ടും കല്ലുകൊണ്ടും കുത്തി പരിക്കേൽപ്പിച്ചു എന്നതാണ് പറയുന്നത്. നിലവിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലാണ്. ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ 26-ാം തീയതി ഈ അക്രമികളിൽ ഒരാളായ പ്രമോദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരു അപരിചിതൻ എത്തി. ഇയാൾക്ക് ഈ ലഹരി മാഫിയ സംഘവുമായി ബന്ധമുണ്ട് എന്നൊരു സംശയം പ്രദേശത്തുകാർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഈ മുഹമ്മദാണ് ഇത് പോലീസിൽ വിവരം അറിയിക്കുന്നത്. അതിനു പിന്നാലെ പോലീസ് ഈ പ്രമോദിന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ നിരന്തരമായ ഭീഷണി ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നതാണ് മുഹമ്മദ് പറയുന്നത്. ഈ സംഘത്തിൽ ആക്രമണം നടത്തിയ സംഘത്തിൽ ലിജീഷ് എന്ന ഒരാളെ നിലവിൽ പിടികൂടിയിട്ടുണ്ട്. ബാക്കി 3 പേർക്കായി നിലവിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും പരിക്ക് ഗുരുതരമല്ല ശരത്. ശരി, ഇപ്പോൾ മേഘ സൂചിപ്പിച്ചതുപോലെ പരിക്ക് ഗുരുതരമല്ല. 3 പേർ ചേർന്നാണ് ആക്രമിച്ചത് എന്നാണ് മുഹമ്മദ് ഇതേക്കുറിച്ച് പറഞ്ഞത്. ശരി മേഘ, അദ്ദേഹം പറഞ്ഞു ഒന്ന് കേൾക്കാം. ഇവൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ട്, പിന്നെ ഷോൾഡറിന് വേദന ഉണ്ട്. ഷർട്ടൊക്കെ അതാ കീറി, നല്ലൊരു ഷർട്ടായിരുന്നു, ഒക്കെ കീറിപ്പോയിട്ടുണ്ട്. ലഹരി മാഫിയ സംഘത്തിൻ്റെ ആക്രമണമാണ് ഇദ്ദേഹം നേരിടേണ്ടി വന്നത്. ലഹരിക്കെതിരായ വലിയ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്ക് നേരെയാണ് ലഹരി മാഫിയ സംഘത്തിൻ്റെ ആക്രമണം എന്നതുകൂടി അതിനകത്തുണ്ട്. പോലീസ് കേസൊക്കെ എടുത്ത് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതുകൂടിയുണ്ട്.